ഇത് സ്വാഗതമാട് ഓവർപാസിന്റെ അവിടെ കേട്ടോ. ഈ ഇത്രയും ഭാഗം ഇവര് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് റെഡിയാക്കിയിരിക്കുന്നത്. രണ്ട് ഭാഗം ഏകദേശം നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് സംഭവം കണ്ടോ നിങ്ങൾ? ഭൂമിയിലേക്ക് ഇറങ്ങിയ വെള്ളം ആ പൈപ്പ് വഴി അവർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. ഇതാണ് വീപ്പ് ഡ്രൈനേജ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. വീപ്പ് ഡ്രൈനേജ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഈ വീപ്പ് ഡ്രൈനേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് PVC പൈപ്പാണ്. ഇത് PVC പൈപ്പാണ്. അത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റിട്ടിരിക്കുകയാണ്, ഹോൾ അടിച്ചിട്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ജിയോ കമ്പോസിറ്റ് എന്ന സാധനം. ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റുമാണ് കേട്ടോ. അപ്പം ഈ ഭൂമിയിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഇറങ്ങുമ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ PVC പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഇങ്ങനെ കട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കാണാൻ പറ്റണില്ല, ഇതിൽ കട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണില്ല, ഇതിൽ കട്ടിങ് ഉണ്ട്. അങ്ങനെ ഒരു വര ഇട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു വര. ആ വരൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഈ പൈപ്പിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത്. ഇത് നല്ലൊരു കാര്യം തന്നെ, കാരണം ഭൂമിയിൽ ആ വെള്ളം ഇട്ട് ഇറങ്ങണില്ല. മുകൾ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ട് കണ്ടോ, പിന്നെ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി വരുന്ന സമയത്ത് തന്നെ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങുകയാണ്. അപ്പം വെള്ളം ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കൂല, താഴത്തേക്ക് പുറത്ത് വരും എന്നർത്ഥം. പിന്നെ ഇതൊരു ഡ്രൈനേജ് വഴി പോകും കേട്ടോ. ഇവിടെയൊക്കെ ഡ്രൈനേജ് ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്.